ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കലാസ് ഫുഡ് വേൾഡ്. വീക്കെൻഡായിട്ട് ഞങ്ങൾ ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റും ഫ്ലഫിയും ആയിട്ടുള്ള മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ മാർബിൾ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മുടെ മിക്സിയിൽ വെച്ച് ഗ്യാസിൽ ആവി കയറ്റി എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ പാനാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേ സൈസിലുള്ള സാധാ പാത്രം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ അതിന് ലൈൻ ചെയ്ത് വെച്ചിട്ട് അടുത്തായിട്ട് നമ്മളൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. അത് 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ടല്ല, നമ്മൾ സാധാ മിക്സിയുടെ ജാറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മിക്സിയുടെ ഇടത്തോട്ടുള്ള ഒരു ബട്ടൺ ഉണ്ടല്ലോ, വിപ്പ് അല്ലെങ്കിൽ ബീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഓരോ മിക്സിയിലും എഴുതിയിരിക്കും. നമ്മൾ അതിലിട്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡും സ്പീഡിലല്ല, ആ പൾസെന്നോ വിപ്പെന്നോ ഉള്ള ഇതിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പില്ലാത്ത മുട്ട ആയിരിക്കണം എടുക്കാനായിട്ട്. അതെടുത്ത് 3 എണ്ണം പൊട്ടിച്ചൊഴിക്കുക. വെള്ളയും മഞ്ഞയും മാറ്റുമൊന്നും വേണ്ട, അങ്ങനെ അങ്ങ് ഒഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇതിനെ നമുക്ക് ആ വിപ്പ് മോഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 15 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, അത്രയും മതി. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ ബീറ്റർ ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇത്. അപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ മുട്ട ഇവിടെ. അടുത്തതായിട്ട് നമ്മൾ ഒന്നും കൂടി ഒരു 10 സെക്കൻഡും കൂടെ അതിനെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഫസ്റ്റ് സ്പീഡിൽ സെക്കൻഡ് സ്പീഡിൽ ഇടരുത്, ആ ഇടത്തോട്ടുള്ള മോഡിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ മൊത്തം ഒരു 20 സെക്കൻഡ് അടിച്ചു കാണും. അതിലേക്ക് പൗഡർഡ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര 1 കപ്പ്, അതിൻ്റെ പകുതി ആദ്യം ഇട്ട് കൊടുത്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് വിപ്പ് ചെയ്യുക. സെയിം ആ മോഡിൽ തന്നെയാണ് ഇടുന്നത്, നമ്മൾ മാറ്റുന്നില്ല. അപ്പം ആദ്യത്തെ ബാച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു, അടുത്തത് ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്പീഡ് അടിക്കാതെ ശ്രദ്ധിക്കുക, തിരിച്ചിട്ടുള്ളതിലേ അടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിവിടെ നല്ല പതഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും അത് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഒരു 1/4 കപ്പാണ് ഞങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ബൗളിലേക്ക് മാറ്റിയിട്ട് അപ്പം തന്നെ ആദ്യം നമ്മൾ അരിച്ചു വെച്ചിരുന്ന മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ കൂടെ അതിൻ്റെ പകുതി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസിനകത്തോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 2 പ്രാവശ്യമായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം ആദ്യം ഒരു ഇച്ചിരി കട്ടിയായിട്ടൊക്കെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. അതായത് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ബാച്ച് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ബാച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ്, ഇത് മിക്സിംഗ് സ്പാച്ചില ഇട്ടില്ലെങ്കിൽ വിസ്കോ ഇട്ടിട്ടായാലും മിക്സ് ചെയ്തെടുക്കാം. സെക്കൻഡ് ബാച്ചും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നമുക്കൊരു ഭയങ്കരമായിട്ടൊരു കട്ടി കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കുക അതിനകത്തോട്ട്. ഞങ്ങൾ പാൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ബാറ്റർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ പാലേ ഒഴിച്ചിട്ടുള്ളൂ. അതൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തന്നെ ചോക്ലേറ്റിൻ്റെ കളറിലും ഉണ്ട്, ബ്രൗൺ കളറും വൈറ്റ് കളറും ക്രീം കളറും, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാർബിൾ കേക്കിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഉണ്ടാക്കി വെച്ച ബാറ്ററിനകത്തു നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റുക. അപ്പം നമ്മുടെ കേക്ക് റെഡിയാക്കി വെക്കുന്ന കേക്കിന് വേണ്ടിയിട്ടുള്ള ആ ബാറ്ററിനകത്തു നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ബാറ്റർ ഒന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഈ മാറ്റി വെച്ചതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നല്ല കട്ടിയായിട്ട് തോന്നും. അപ്പോൾ അതൊന്ന് ലൂസ് ആവാനായിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ച് വെച്ച് ഇനി ഒരു വിസ്കോ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്റർ കുറച്ചും കൂടെ തിക്കാവുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇരുന്ന് കഴിയുമ്പോൾ തിക്കാവും. അങ്ങനെ തിക്കാവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇച്ചിരി ലൂസാക്കി എടുക്കുക. അതായത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റായിട്ടുള്ള ആ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഇതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പാനിലേക്ക് മാറ്റാം. നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ആദ്യം നമ്മൾ വൈറ്റിൻ്റെ പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യാത്തത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ആ ഒരു ബേസിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആക്കി എടുക്കുക. അടുത്തതായിട്ട് നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തത് ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഒരു 3-4 സ്ഥലങ്ങളിലായിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള നമ്മൾ വൈറ്റ് കളറിൽ ഉണ്ടായിരുന്നതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ബാറ്റർ. അപ്പം നമ്മൾ കൊക്കോ പൗഡർ ആഡ് ചെയ്തതും ആഡ് ചെയ്യാത്തതും ഇതേപോലെ ഇങ്ങനെ പാനിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഫുള്ളായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്യൂറോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ അതിനകത്തൂടെ അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഒരു ഡിസൈൻ നമ്മൾ വരച്ചു കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അതിനെ ഒന്ന് സ്പ്രെഡ് ആക്കിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് തനിയെ ഇങ്ങനെ ആയിക്കോളും. നമ്മൾ ഒന്ന് ഓടിച്ചു കൊടുക്കുക അതിനകത്തിട്ടിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കതിനെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഓവനിലല്ല, ഒരു ഗ്യാസിൽ പോലെ ഒരു പാൻ വെക്കുക. പാനിനകത്തോട്ടൊരു റിങ്ങോ അല്ലെങ്കിൽ സ്റ്റാൻഡോ എന്തെങ്കിലും വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യണം ഹൈ ഫ്ലെയിമിൽ. ഇത് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇത് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രീഹീറ്റ് ആയി കിടക്കുന്ന ഈ പാനിൻ്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ ഈ ബാറ്റർ വെച്ച പാന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊരു 45 മിനിറ്റ്സ് ഇതങ്ങനെ അടച്ചു വയ്ക്കുക. 40 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ മാത്രമേ തുറന്ന് നോക്കി നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക കേക്ക് ആയോ എന്നുള്ളത്. അപ്പോൾ ഇത് 45 മിനിറ്റ്സിന് ശേഷമാണ് നമ്മൾ ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണിത്. അപ്പം ഇതേപോലെ എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടുക. പാനിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞങ്ങൾ. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആകത്തെ ആ ഒരു ടെക്സ്ചർ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സിയിൽ തന്നെ ആവിയിൽ വെച്ച് നന്നായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഓവനിലെടുക്കുന്ന പോലെ തന്നെയുള്ള കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്